എല്ലാവർക്കും ഷിവേഴ്സ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര അഹമ്മദാബാദിലേക്കാണ്. ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിപ്പെടാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്, കുറേ ദൂരമാണ്. അപ്പോൾ സമയമൊക്കെ നോക്കി കണ്ടൊക്കെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ട്രാഫിക്കിൽ പെടും. അപ്പോൾ ഒരു 6 മണി 6:15 ഞാൻ ഇറങ്ങി. കുറച്ചും കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മണിക്കൂർ എടുക്കുന്ന ആ ഒരു ട്രിപ്പ് ചിലപ്പോൾ 2.5 മണിക്കൂറൊക്കെ എടുത്തുനിന്ന് വരാം. അപ്പോൾ ബെറ്റർ ഒരു ഹാഫ് ആൻ അവർ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ റോഡിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാണ്ട് എയർപോർട്ടിൽ ഇത്ര നേരത്തെ എത്തിയാലും വേണ്ടില്ല. അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. അഹമ്മദാബാദ് പോയിട്ട് കുറച്ച് പണിയുണ്ട്. കറങ്ങാനൊന്നും സമയം ഉണ്ടാവും തോന്നുന്നില്ല, പക്ഷേ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്യാൻ നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാംഗ്ലൂരിൻ്റെ രാവിലത്തെ മൂഡ് ഭയങ്കര രസമാണ് കാണാൻ. ഒന്നാമത് സാറ്റർഡേ കൂടി ആയതുകൊണ്ട് ഒരു വീക്കെൻഡ് തുടങ്ങുന്ന സന്തോഷത്തിലാണ്. രാവിലെ ആൾക്കാർ കുറേ സൈക്ലിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാം. രാവിലത്തെ മൂഡ് ഭയങ്കര രസമാണ്. പിന്നെ നല്ല തണുപ്പ്, കുറച്ച് നല്ല ചിൽ ക്ലൈമറ്റാണ്. അങ്ങനെയൊക്കെ. പിന്നെന്താണ്, എയർപോർട്ടിൽ പോകാൻ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഊബറിൻ്റെ ടാക്സി സർവീസസ് ആണ്. അത് ഭയങ്കര എഫിഷ്യൻ്റായിട്ട് ബാംഗ്ലൂരിലൊക്കെ എല്ലാ സിറ്റിയിലും ഇന്ത്യയിൽ കാണുന്ന ഇതാണ്. വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് യു ഗെറ്റ് എ സർവീസ്. അപ്പോൾ കൊണ്ടുവിടുക തിരിച്ചു വരിക അങ്ങനത്തെ ഒന്നും പരിപാടിയില്ല. പോവുക, ഇറങ്ങുക, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിനടുത്ത് തന്നെ കിട്ടാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അഹമ്മദാബാദിൽ എത്തിയിട്ട് വിശേഷങ്ങൾ അല്ലെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ വിശേഷങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബാംഗ്ലൂരിൻ്റെ സിറ്റി വിട്ടിട്ട് കുറേ ഔട്ട്സ്കേർട്സിലേക്കാണ് ബാംഗ്ലൂർ എയർപോർട്ട്. അവിടെ എൻട്രി ചെയ്യുന്നതിൻ്റെ ഒരു 2-3 കിലോമീറ്റർ മുന്നേ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനാണ് 2 സൈഡിലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന. വലിയ ഈ അഡ്വർടൈസ്മെൻറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റും പിന്നെ അതിൻ്റെ 2 സൈഡിലും നിറച്ചും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനാണ് നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോകുമ്പോൾ കാണുന്നത്. അതൊരു നല്ലൊരു വ്യൂ ആണ്. ആഫ്റ്റർ ദ ഹെക്ടിക് ട്രാഫിക് അവിടെ എത്തുമ്പോഴുള്ള ഒരു വ്യൂ അതിമനോഹരമാണ്. എയർപോർട്ടിലും കുറച്ച് പ്രോസസ്സൊക്കെ മാറിയിട്ടുണ്ട്. തെർമൽ സ്കാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുകൂടാണ്ട് വെബ് ചെക്ക് ഇൻ മസ്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലഗേജിൻ്റെ ടാഗ് നമ്മൾ തന്നെ പ്രിൻറ്റ് ചെയ്തെടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അഥവാ ഇൻ കേസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതൊന്നും വലിയ പ്രശ്നമില്ല. കുറേ നാൾ കൂടിയിട്ടാണ് എയർപോർട്ടിൽ ലോഞ്ച് എന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എപ്പോഴും സമയം കുറവായിട്ട് ഓടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലോഞ്ചിലൊന്നും പോകാനോ ഒന്നും കഴിക്കാനൊന്നും സമയം ഉണ്ടാവാറില്ല. ഇന്നിപ്പം കുറച്ച് നേരത്തെ എത്തി, രാവിലെ ഇറങ്ങിയത്. കാരണം ബാംഗ്ലൂർ എയർപോർട്ട് എപ്പോൾ നോക്കിയാലും ഭയങ്കര ബിസി ആയിട്ടുള്ള എയർപോർട്ടാണ്. അത് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും അർദ്ധരാത്രിക്കാണെങ്കിലും ഒക്കെ അത്രയും ബിസി ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്.
ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട്. ഒത്തിരി ഷോപ്പിംഗ് ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. സോ ഇൻ കേസ് ഫ്ലൈറ്റ് ഡിലേ ആയി പോയാലും ആരും അങ്ങനെ ഇരുന്ന് ബോറടിക്കേണ്ട ആവശ്യമില്ല. അത്രയും ഷോപ്സും കാര്യവും ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടൽസ് ആണെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ഒക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉള്ള ഒരു എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട്. അപ്പോൾ ഇരുന്ന് ബോറടിക്കുന്നുള്ള ഒരു കാര്യം അവിടെ ഉദിക്കുന്നേ ഇല്ല. ബുക്ക് ഷോപ്പ് തപ്പി ഞാൻ നടന്ന് ക്ഷീണിച്ചല്ലാണ്ട് ബുക്ക് ഷോപ്പ് കാണാനില്ല. വലിയൊരു ബുക്ക് ഷോപ്പായിരുന്നു, നല്ല രസമുള്ള എന്താ പുതിയ ബുക്സും അങ്ങനെയൊക്കെ. അതെവിടെയാന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മറന്നുപോയി എയർപോർട്ടൊക്കെ വരാണ്ടായിട്ട്. അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്കിടെ എയർപോർട്ട് ട്രാവൽ എവിടെയെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കോവിഡ് തുടങ്ങിയതിന് ശേഷം മാക്സിമം ട്രാവൽ ഓൺ റോഡായി. കോണ്ടക്ട് ഗേറ്റ് എവിടെയാണെന്ന് ചെക്ക് ചെയ്യാം. താഴെയാണ് ഇത്. നമ്മൾ ലോഞ്ചിൽ പോയത് ഒരു ഫ്ലോർ മുകളിലായിരുന്നു, ഇത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറാണ്. എനിക്ക് പോകേണ്ട ഗേറ്റ് താഴെയാണ്. ഡൗൺ ഇതിലെ കൂടെ പോവാം. ഫേസ് ഷീൽഡ്, മാസ്ക് ആൻഡ് സം സാനിറ്റൈസർ. ഇന്റർ കണക്ടിവിറ്റീൻ്റെ അവിടുന്ന് ബസ്സിൽ കയറി ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. കുറേ സ്റ്റേറ്റിന് നെഗറ്റീവ് കോവിഡ് സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പം ഓരോ ബോർഡിംഗ് പോയിന്റിലും അതിൻ്റെ റിലേറ്റഡ് ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കൊണ്ടുവരാത്തവർ സൈഡിൽ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എയർപോർട്ടിൻ്റെ ആൾക്കാർക്കും ഇത്തിരി ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു മാനേജ്. കാരണം നമുക്ക് ചില സ്റ്റേറ്റിന് അങ്ങനെ ഉണ്ട്, ചില സ്റ്റേറ്റിന് ഇല്ല. പിന്നെ റൂൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ആ റൂൾസ് ചേഞ്ച് ചെയ്തത് അറിയാണ്ട് എയർപോർട്ടിൽ വന്ന് പിന്നെ അറിയണ കോവിഡ് ടെസ്റ്റിൻ്റെ നെഗറ്റീവ് റിസൾട്ട് വേണം. അപ്പോൾ ഒബ്വിയസ്ലി അവരുടെ ആ ഫ്ലൈറ്റ് മിസ്സായി. അങ്ങനെയൊക്കെയുള്ള കുറേ സിറ്റുവേഷൻസ് കാണാമായിരുന്നു. അപ്പോൾ ലൈഫ് ഇറ്റ്സ് നോട്ട് ആസ് ഈസി. മുന്നത്തെ പോലെ അത്ര ഈസി ആയിട്ട് ജസ്റ്റ് പോയി ഫ്ലൈറ്റ് കയറുന്ന പോലെയല്ല. ഏത് സ്റ്റേറ്റിലേക്കാണോ പോകുന്നത് അതിൻ്റെ മുന്നേ അവിടുത്തെ കോവിഡ് റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്, കർണാടകയിൽ നിന്ന് പോകുന്നവർക്ക് നെഗറ്റീവ് ടെസ്റ്റ് റിസൾട്ട് വേണമെന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അറിഞ്ഞ് 2 ദിവസം മുന്നേ നമുക്ക് പ്ലാൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെന്ന് കൺഫേം ചെയ്തിട്ടൊക്കെ വരേണ്ട ഒരു സിറ്റുവേഷനാണുള്ളത്. കേരളത്തിൽ നിന്നുള്ളവർക്ക് ഓൾമോസ്റ്റ് എനിക്കൊന്ന് കുറേയൊക്കെ സ്റ്റേറ്റിലേക്ക് കോവിഡ് ടെസ്റ്റ് വേണമെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യവും ഓരോ സ്റ്റേറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് എന്താണെന്ന് അറിഞ്ഞിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ വന്ന് വിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ബസ്സിൽ കയറുമ്പോഴോ കയറി പിന്നെ ഇറങ്ങി അത് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറുമ്പോഴൊന്നും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും ഇറ്റ്സ് റീസണബിളി പോസിബിളേ അല്ല. പിന്നെ ഫേസ് ഷീൽഡ് വേണം എന്നുള്ളത് ഒരു കമ്പൽസറിയാണ്, ഫേസ് ഷീൽഡ് ആൻഡ് ഫേസ് മാസ്ക്. പിന്നെ നടുക്ക് മിഡിൽ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ആ PPE കിറ്റും വേണം എന്ന് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മിഡിൽ സീറ്റ് അല്ലാത്ത സീറ്റ്സൊക്കെ ചാർജബിൾ ആയിട്ടാണ് വെബ് ചെക്ക് ഇൻ ചെയ്യാൻ നോക്കിയപ്പോൾ കണ്ടത്. മിഡിൽ സീറ്റിൽ പിന്നെ ഇതും കൂടെ ഇട്ടിട്ട് വേണം ഇരിക്കാൻ. ഇറ്റ് വാസ് റിയലി സഫോക്കേറ്റിംഗ് ടു സിറ്റ് ലൈക്ക് ദിസ് ആഫ്റ്റർ എ ലോങ് ടൈം.
ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഒന്ന് പൊങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഈ കാണുന്നത് അഹമ്മദാബാദിൽ എത്തി ലാൻഡ് ചെയ്യാൻ പോകുന്ന കാഴ്ചകളാണ്. ആ ഡിസ്റ്റൻറ്റ് വ്യൂ ആയിട്ടുള്ള ആ എൻറ്റയർ സിറ്റീൻ്റെ ഒരു വ്യൂ, അത് അതിമനോഹരമാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ കാണുന്നത് ഇത് അഹമ്മദാബാദിൽ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് ഫ്രം ദ ഫ്ലൈറ്റ്. ഇതാണ് അഹമ്മദാബാദ് എയർപോർട്ട്. ഞാൻ ലാൻഡ് ചെയ്തതിന് ശേഷം അഹമ്മദാബാദ് എയർപോർട്ട് ബാംഗ്ലൂർ എയർപോർട്ടിനെ പോലെയല്ല. അഹമ്മദാബാദ് എയർപോർട്ട് കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നാറുണ്ട്, കാര്യമായിട്ടൊന്നുമില്ല. ബാംഗ്ലൂർ എയർപോർട്ട് ഭയങ്കര ലൈവ്ലി ആണ്. എൻ്റെ ബാഗ് വന്നു അമ്മ. ഓക്കെ, സോ ബാംഗ്ലൂർ എയർപോർട്ട് ഭയങ്കര ലൈവ്ലി ആണ്. ഇത്തിരി കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അഹമ്മദാബാദ് എയർപോർട്ടിൽ അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അഹമ്മദാബാദ് ഡെവലപ്പായിടത്തോളം അഹമ്മദാബാദിൻ്റെ എയർപോർട്ട് ഡെവലപ്പായിട്ടില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അതിനി ആവട്ടെ അല്ലേ, ഡെവലപ്പായി വരട്ടെ. ഒരു അഹമ്മദാബാദ് ടൂറിസത്തിൻ്റെ ഒക്കെയാണ് കുറേ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ എൻ്റെ പിറകിൽ വാളിലൊക്കെ കാണുന്ന അഹമ്മദാബാദ് ടൂറിസത്തിൻ്റെ റിലേറ്റഡ് ആണ്. അഹമ്മദാബാദ് ടൂറിസത്തിൻ്റെ ഒരു കൗണ്ടർ ഉണ്ട് ഇവിടെ. ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ എന്താ ചൂട് ഭയങ്കരമായിട്ടില്ല, അഹമ്മദാബാദിൽ ചൂട് തുടങ്ങുന്നേ ഉള്ളൂ. 33 ഡിഗ്രി എന്നാണ് അനൗൺസ് ചെയ്തത്. വളരെ കുറച്ച് ഷോപ്സ്, 1, 2, 3 ഷോപ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇവിടെ. അയ്യോ, എന്തെങ്കിലും കഴിക്കണമെങ്കിലും ഒന്നും ഓപ്ഷൻസ് ഇല്ല. പുറത്തിറങ്ങിയിട്ട് ഭക്ഷണം കിട്ടുമോ നോക്കട്ടെ. ഗുജറാത്ത് ഗിർ ഫോറസ്റ്റ് ഭയങ്കര പ്രശസ്തമാണ്. അതിൻ്റെ ഒരു മോഡൽ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതാണ്. മാനുകൾ അതിൻ്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിന് ഉള്ളിൽ തന്നെ അതിൻ്റെ ഇതാക്കി വെച്ചിരിക്കുന്നത്. അയൺ മാൻ സ്റ്റാച്യൂൻ്റെ സ്മെല്ല് കാണാം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. ബാംഗ്ലൂർ അഹമ്മദാബാദ് വരെയുള്ള ജേർണീൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഡീറ്റെയിൽസ് ഓഫ് ബാംഗ്ലൂർ എയർപോർട്ട് ആസ് വെൽ ആസ് അഹമ്മദാബാദ് എയർപോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.